സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇംഗ്ലീഷുകാർക്കെതിരെ ടിപ്പുവിന് ഡച്ചുകാരുടെ സഹായം ലഭിച്ചു. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു വിജയിച്ചു. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെല്ലസ്ലി പ്രഭു ഇംഗ്ലീഷുകാരെ നയിച്ചു. ഒന്നും രണ്ടും ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഹൈദർ അലി ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവ. 3, 4 എന്നിവ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്? തന്നിരിക്കുന്നു. കുക്ക പ്രസ്ഥാനം, റാസ്റ്റ് ഗോഫ്തർ, നാംധാരി പ്രസ്ഥാനം, റഹ്നുമായി മസ്തയസ്റ്റൻ സഭ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 4. 2, 4. ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ചരിത്ര സംഭവങ്ങളുടെ ശരിയായ ക്രമീകരണം നൽകുന്നത്? തന്നിരിക്കുന്നു. കല്ലുമാല സമരം, സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണം, കൊച്ചിൻ പുലയ മഹാസഭയുടെ രൂപീകരണം, വില്ലുവണ്ടി യാത്ര. ഉത്തരം ഓപ്ഷൻ എ ആണ്. 4, 2, 3, 1. എങ്ങനെയായിരുന്നു 1920 കൊച്ചിൻ റെഗുലേഷൻ 12 1920 മുമ്പ് തിരുവിതാംകൂറുകാർ നടത്തിയ സമാന പ്രവർത്തികളേക്കാൾ ഒരു പടി മുന്നിൽ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ജീവനാംശത്തിനുള്ള അവകാശം അനുവദിച്ചു. ബഹുഭാര്യാത്വം നിരോധിച്ചു. തറവാടിന്റെ വ്യക്തിഗത വിഭജനം നിയമവിധേയമാക്കി. നിയമപരമായ വിവാഹമായി സംബന്ധത്തെ അംഗീകരിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഓൺലി 2. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഹോച്ചി മിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു. ദക്ഷിണ വിയറ്റ്നാമിന്റെ ഏകാധിപതിയായിരുന്നു എൻഗോ ധിൻ ഡൈം. വിയറ്റ്നാം യുദ്ധം US-ന് വലിയ വിജയമായിരുന്നു. 1954 വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 3. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ബഹിരാകാശ യാത്രികരുടെ പേരുകൾ വിഭാഗം എയിലും അവർ ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം വിഭാഗം ബിയിലും കാണിച്ചിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ ഏതാണ്? ശരിയായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്. 4. പെഗ്ഗി വിൻസൺ 675 ദിവസം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മഞ്ചേശ്വരം വടക്കേ അറ്റത്തുള്ള നദിയാണ്. കബനി, ഭവാനി, പമ്പ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രസ്താവന എ ശരിയാണ്, ബി തെറ്റാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. താഴെ പറയുന്ന തീയതികളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് വിഷുവം സംഭവിക്കുന്നത്? വിഷുവം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാർച്ച് 21, സെപ്റ്റംബർ 23. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അമാവാസിയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു. അമാവാസിയിലും പൗർണമിയിലും നീപ് വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു. വസന്തകാല വേലിയേറ്റ സമയത്ത് ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവ ചതുർഭുജ സ്ഥാനത്തായിരിക്കും. ഒരു ചാന്ദ്ര മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം 31 ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ ശരിയായി ജോഡിയാക്കിയിരിക്കുന്നത്? തന്നിരിക്കുന്നു. സ്പോട്ട് ജർമ്മനി, GeoEye ഫ്രാൻസ്, NVSat ഇന്ത്യ, Landsat USA. ഓപ്ഷൻ ഡി ലാൻഡ്സാറ്റ് USA.
താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരിച്ചറിയുക. ബാബർ. ഹിമാലയത്തിന്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല, പാറക്കെട്ടുകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി. ടെറായി. പഴയ അലൂവിയയും സമതലത്തിന്റെ ഏറ്റവും വലിയ ഭാഗവും ചേർന്നതാണ്. ബങ്കർ. ബാബറിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചതുപ്പു നിലം. ഖാദർ. പഴയ അലൂവിയം നിക്ഷേപമാണ്, ഫലഭൂയിഷ്ഠവുമല്ല. ശരിയായ ജോഡി തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ സി ഹിമാനി സംരക്ഷണം. ഭാരതത്തിൽ 2ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം നേടാൻ വൻകിട വ്യവസായങ്ങളിലുള്ള നിക്ഷേപത്തിന് പ്രാധാന്യം നൽകി നടപ്പിലാക്കിയ തന്ത്രം ഏതാണ്? ഓപ്ഷൻ എ ആണ് മഹാലനോബിസ് തന്ത്രം. 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോകബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന്ധന ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പ്രധാന നയപ്രവർത്തനങ്ങളിൽ ഏത് ഉൾപ്പെടുന്നില്ല? ധനകാര്യവും നാണയരംഗവുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ, വ്യവസായ നയപരിഷ്കാരങ്ങൾ, വിനിമയ നിരക്ക് നിർണയം യുക്തി സഹജമാക്കി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. IAAP, IADP, HYVP എന്നിവ ഇന്ത്യയിലെ ഏത് പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ്? ഓപ്ഷൻ ബി ഹരിത വിപ്ലവം. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി നയങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ഉയർന്ന വളർച്ചാ നിരക്ക്, സാമൂഹ്യനീതി, സ്വയം പര്യാപ്തത. 2024 ജൂലൈ 27 സംഘടിക്കപ്പെട്ട നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ 9ാം യോഗത്തിന്റെ പ്രധാന വിഷയം എന്തായിരുന്നു? വികസിത് ഭാരത് at 2047. ഇന്ത്യയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മന്ത്രിസഭയുടെ വലിപ്പം ലോകസഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തിയത്? ഓപ്ഷൻ ഡി ആണ് 91ാം ഭേദഗതി. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ബാധകമായ വ്യവസ്ഥകൾ പരിഗണിക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളും പ്രവർത്തനങ്ങളും ഉപരാഷ്ട്രപതി ഏറ്റെടുക്കുന്നു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഓഫീസുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നു. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതുവരെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്നു. അത്തരം ഒഴിവുകൾ പരിഹരിക്കുന്നതിനായി പാർലമെന്റ് 1969 പ്രസിഡന്റ് നിയമം പാസാക്കി. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ ചുമതലകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയുടെ അറ്റോർണി ജനറലിന് റഫർ ചെയ്യുന്ന നിയമപരമായ കാര്യങ്ങളിൽ ഇന്ത്യ സർക്കാരിനെ ഉപദേശിക്കുന്നു. അറ്റോർണി ജനറലിന് ഇന്ത്യയിലെ എല്ലാ കോടതികളും പ്രേക്ഷകനായി എത്താൻ അവകാശമുണ്ട്. ലോകസഭയുടെയും രാജ്യസഭയുടെയും നടപടികളിൽ സംസാരിക്കാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലും വോട്ട് ചെയ്യാൻ അറ്റോർണി ജനറലിന് അവകാശമുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ഉത്തരം.
1, 2, 3 എന്നിവ. 1, 2, 3. ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 1964. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏത് സമ്മേളനമാണ് സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നടക്കുന്നത്? ഓപ്ഷൻ ബി, മൺസൂൺ സമ്മേളനം. ഫൗണ്ടിംഗ് മദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, ജെൻഡർ പൊളിറ്റിക്സ് ഓഫ് ദി ഫ്രെയിമിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രശസ്ത പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അച്യുത് ചേതൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ലൈൻ ഏജൻസിയാണ്. 1947 PMO നിലവിൽ വന്നു. 1977 ജൂൺ വരെ ഇത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെട്ടിരുന്നു. ഗവൺമെന്റ് തലവൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3, 4. ഈ ഗവേണൻസിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന സ്വാഭാവിക നീതിയുടെ ഏതൊക്കെ തത്വങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്? ഓപ്ഷൻ ബി, ഓൺലി 2 and 3. സർക്കാർ പ്രക്രിയകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തൽ, തുല്യമായ ഭരണം ഉറപ്പാക്കുന്നതിന് പ്രതികരണശേഷിയും പങ്കാളിത്തവും വർദ്ധിപ്പിക്കൽ. താഴെ പറയുന്നവയിൽ ഏതാണ് വിവിധ അപകട സാധ്യതകളിലേക്കും അപകടങ്ങളിലേക്കും മനുഷ്യ ജനസംഖ്യയുടെ മൊത്തത്തിലുള്ള ദുർബലത വർദ്ധിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാമൂഹിക ജനസംഖ്യ പ്രവണതകൾ? ഓപ്ഷൻ എ, ഓൺലി 1 and 4. ദ്രുത നഗരവൽക്കരണം, ജനസംഖ്യ വളർച്ച. നിയമപരമായ അവകാശം എന്ന നിലയിൽ സർക്കാർ നൽകുന്ന തൊഴിൽ എന്ന ആശയത്തിന് പ്രാരംഭ പ്രേരണ നൽകുന്നതിനായി ഏത് നിയമത്തിന്റെ രൂപീകരണം പരാമർശിച്ചിരിക്കുന്നു? ഓപ്ഷൻ ഡി, ഓൺലി 3. മഹാരാഷ്ട്ര തൊഴിലുറപ്പ് നിയമം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 പ്രാഥമിക ലക്ഷ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഓൺലി 2. സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അപര്യാപ്തമാകുമ്പോൾ പോലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തുക. റിവേഴ്സ് മോർട്ട്ഗേജ് സ്കീമിൻ കീഴിൽ മുതിർന്ന പൗരന്മാരായ വീട്ടുടമസ്ഥർ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്താണ് പണയം വയ്ക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ഓൺലി 3. അവരുടെ സ്വത്ത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം? ഓപ്ഷൻ സി, ഓൺലി 3. കാർബൺ ഡയോക്സൈഡ്. ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? മെഡുല ഓംബ്ലാങ്കേറ്റ. ത്വക്ക്, അസ്ഥികൾ, ബന്ധിത കലകൾ എന്നിവയ്ക്ക് പ്രധാനമായ ഒരു പ്രോട്ടീനായ കൊളാജന്റെ സമന്വയത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലമുണ്ടാകാത്തത്? ഓൺലി 2. ട്യൂബർകുലോസിസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പ്രാഥമിക കാരണം എന്താണ്? ഓപ്ഷൻ ഡി, പുകവലി. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംരംഭം ഏത്? അമ്മ മനസ്സ്. ഒരു ചരടിന്റെ അറ്റങ്ങളിലൊന്ന് ആന്തോളനം ചെയ്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന തരംഗത്തെ അതിലൂടെ അയക്കുന്നു. ആന്തോളനത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ? ഓപ്ഷൻ ബി, തരംഗത്തിന്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും തരംഗദൈർഘ്യം കുറയുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗമാണ് VE എങ്കിൽ
ഭൂമിയുടെ 4 ഇരട്ടി പിണ്ഡമുള്ളതും അതേ ആരം ഉള്ളതുമായ ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ആ വസ്തുവിന്റെ പാലായന പ്രവേഗം എത്രയാണ്? ഓപ്ഷൻ എ 2ve. താഴെ പറയുന്നവയിൽ ഏതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ സവിശേഷത അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? NVS-02. ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി സൂര്യനിലും നക്ഷത്രങ്ങളിലും രൂപപ്പെടുന്ന ഭീമമായ ഊർജത്തിന്റെ അളവ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിപ്രവർത്തനം വഴി രൂപപ്പെടുന്ന വാതകം ഹീലിയം. ബേക്കിംഗ് സോഡയുടെയും വാഷിംഗ് സോഡയുടെയും രാസനാമം യഥാക്രമം സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്. താഴെ പറയുന്നവയിൽ ഇരുമ്പിന്റെ ധാതു അല്ലാത്ത സംയുക്തം ഏതാണ്? അല്ലാത്ത സംയുക്തം മലച്ചൈറ്റ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിന്റെയും അലോഹത്തിന്റെയും ശരിയായ സെറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? കാൽഷ്യം, ഓക്സിജൻ. ഇന്ത്യ നേടിയ ഒളിമ്പിക്സ് മെഡലുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ഓൺലി 1, 2 and 4. 1, 2, 4. ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഒളിമ്പിക്സ് കായിക ഇനമാണ് ഫീൽഡ് ഹോക്കി. 1928 ഇന്ത്യ ആദ്യത്തെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു കർണം മല്ലേശ്വരി. താഴെ പറയുന്ന എഴുത്തുകാരെ അവരുടെ തൂലികാ നാമവുമായി ഒത്തുനോക്കുക. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ജോർജ് വർഗീസ്, കാക്കനാട്. MP ഭട്ടതിരിപ്പാട്, പ്രേംജി. PC കുട്ടിക്കൃഷ്ണൻ, ഉറൂബ്. MK മേനോൻ, വിലാസിനി. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി ഓൺലി 4 and 1. 4 and 1. താഴെ പറയുന്നവയിൽ ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? പടയണി. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? പാരീസ്. പാരീസ്. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഉത്തരം മാത്രം. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 52ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 53ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 54ാമത്തെ ചോദ്യം 54 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 55ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. 56 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 57ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 58ാമത്തെ ചോദ്യം 58 ഉത്തരം ഓപ്ഷൻ സി. 59ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. Identify the error in the following sentence. One of the girls are from Mumbai. Option B. Complete the sentence using the appropriate tag. Don't come in front of me. Will you? Identify the type of the verb in italics in the following sentence. You let her go. ഉത്തരം ഓപ്ഷൻ എ ആണ്. bare infinity. Correct the following sentence by choosing the right option. Neither the principal nor the teachers is going for the tour. Option C are going.
Seeing a snake in the garden, Lalu screamed for help. This sentence may be transformed as: when he saw a snake in the garden, Lalu screamed for help. The italicized word in the following sentence means: as a teacher, she presented invidious remarks made on her students by her colleagues. Option D, unpleasant. The idiom in the following sentence means: perfumes were dime a dozen for him in those days. Plenty and common. I bank on your word. The phrasal verb in italics means: bases one's hope on something or someone. Correct the following sentence. Option B. The effects of COVID-19 are far reaching. His behavior at the party was atrocious. The synonym for the italicized word is option B, appalling. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 3 മാത്രം. പിപാസ വെള്ളം കുടിക്കുവാനുള്ള ആഗ്രഹം. ജിജ്ഞാസ അറിയുവാനുള്ള ആഗ്രഹം. താഴെ പറയുന്നവയിൽ ജലത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ഏറ്റവും ആധുനികമായ. വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പുരോഗതി ഇല്ലായ്മ. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിദ്യുത് പ്ലസ് ശക്തി. എല്ലാ പദങ്ങളും ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. അനുഗ്രഹീതൻ, ഗീതാ ഗോവിന്ദം, യാദൃശ്ചികം, അധ്യക്ഷം. ആഗമനം എന്ന പദത്തിൻ്റെ വിപരീതം എന്ത്? ഓപ്ഷൻ ബി ആണ്. നിർഗമനം. പ്രഭു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. ഓപ്ഷൻ ഡി, പ്രഭി. ഇനി വരുന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് ഇൻ എ കമ്പ്യൂട്ടർ ഈസ് ഫാസ്റ്റർ? ഓപ്ഷൻ ഡി, ഇന്റേണൽ മെമ്മറി, ഇന്റേണൽ പ്രോസസ് മെമ്മറി. Which of the following is a key benefit of using OCR in document processing? Option B. It enables machines to read and convert printed or handwritten text into editable digital format. Which of the following is the most likely application of a supercomputer? Option C. Running large-scale simulations for scientific research such as weather forecasting or particle physics. Dash translates the message of the software and hardware into a common compatible form to make them communicate successfully. System software. What is the octal number for the decimal number of 2025? Option A, 3751. Which of the following keyboard shortcuts in Microsoft Word 2021 allows you to toggle the visibility of non-printing characters such as spaces, paragraph marks and tab symbols? Option A ആണ്. Control plus Shift plus 8. Which of the following options is not found under the Insert menu in Microsoft Word? Styles.
What does the VLOOKUP function in Excel do? It searches for a value in a table and returns a corresponding value from the same row. Which keyboard shortcut in Excel is used to quickly insert a new worksheet in a current workbook? Option B, Shift plus F11. Which of the following actions is not performed through the Insert tab in PowerPoint? Insert a new slide layout. What is an abstract class in OOP? Option C, a class that cannot be instantiated and is designed to be subclassed. What is the significance of using int as the return type of the main function? Option B, it ensures compatibility with the operating system's expectations. What is a common characteristics of event-driven programming? Option B, it waits for user actions or events to execute code. What is the purpose of the import statement in VB.NET? To include namespaces. Which of the following are advantage of DBMS? Option D ആണ് ഉത്തരം, all of these. Reduced data redundancy, improved data security, easier data access and sharing. What is the difference between delete and truncate in SQL? Option B, truncate removes all rows and cannot be rolled back, while delete can be rolled back. Which SQL command is used to remove a table from the database? Drop table. What is the role of CSS in web development? To define the layout and style of a web page. Which HTML tag is used to display an image? IMG. അവസാനത്തെ ചോദ്യം, which looping statement is guaranteed to execute at least once in JavaScript? Do while. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഉത്തരങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ PSCയുടെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്